നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോള് തന്നെ അമ്മയെ പെണ്ണ് കാണാൻ ഒരുക്കാം. ഈ ഭാഗ്യം മറ്റേതൊരു പെണ്ണിനെ കിട്ടാ. വന്ദനമ്മേ വേണ്ട, കരഞ്ഞ മേക്കപ്പ് ഒക്കെ പോവും. ശരി, നീ എന്താ എന്നെ അങ്ങ് മൂക്കി കേറ്റുവോ? മനസ്സിലായില്ലല്ലേ? നാവടക്കി നിന്നില്ലെങ്കിലേ വായ തുറക്കാനാവാതെ പ്ലാസ്റ്റർ ഒട്ടിച്ച് മൂലയെ പിടിച്ച് കെട്ടിയിടുമെന്നാ ഇവൻ പറഞ്ഞു. എവിടുന്ന വലിന് കേട് വന്ന് നിനക്ക് ഇത്രയ്ക്ക് നിൽക്കാനോ? നിന്നെ കാണിച്ചു തരാടാ. അച്ഛാ, അച്ഛൻ കണ്ടില്ലേ ഇവന്റെ തോന്നിവാസം? എന്റെ വായില് പ്ലാസ്റ്റർ ഒട്ടിച്ച് എന്നെ മൂലയ്ക്ക് കെട്ടിയിടുമെന്ന്. അതിനുള്ള അധികാരം ഇവന് കൊടുത്തത് അച്ഛനാണോ? മര്യാദക്ക് നിന്നോണം. നാക്കുള്ളവര് തോറ്റെടുത്തേ, നാക്കില്ലാത്തവൻ നേടി. ആ ഇതാരായത്? ഓ, വലിയ കോടീശ്വരന്റെ ഭാര്യ. ഇപ്പൊ നീ ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നുപോയല്ലേ? അല്ല, പൂർണ്ണമായിട്ടും മറന്നെന്നല്ല, എനിക്കൊരു പരാതിയില്ല അനിയത്തി. നിങ്ങൾ തന്നെ അകത്തേക്ക് ഇരിക്കുക, അവര് വരാൻ സമയാവുന്നു. നമ്മുടെ രണ്ട് ആൺമക്കള് മുങ്ങിയാലെന്താ? വിക്രം കൃത്യസമയത്ത് എത്തിയല്ലോ. ദൈവമായിട്ട് കൊണ്ടുവന്ന മകനാ. ഇറങ്ങോ സുഭദ്രാമേ. ഇറങ്ങു മോനെ. നമസ്കാരം. ഞങ്ങൾ കൃത്യസമയത്തിന് വന്നിട്ടുണ്ട്. ഇത് പെൺകുട്ടിയുടെ അച്ഛൻ മാധവൻ. നമസ്കാരം. നമസ്കാരം. നമസ്തേ. ഇത് അമ്മ ചന്ദ്രിക. നമസ്തേ. ഇതാണ് സുഭദ്ര. മാളിക വീട്ടിൽ സുഭദ്ര എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇത് സുഭദ്രയുടെ ഒരേ ഒരു മകൻ ഗൗതം. അതെ.
നന്നായിട്ടുണ്ടോ വന്ദനമ്മേ? ഉം, ഉം, വളരെ നന്നായിട്ടുണ്ട്. കണ്ണും പിരികൊന്നും എഴുതിയില്ലെങ്കിലും വന്ദനമ്മ സുന്ദരിയാ. ഉം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അയ്യോ മതി. അതെ, പുതുപ്പെണ്ണിന്റെ ഒരുക്കം ഭംഗിയായി. ഇനി ദീമോൾ ഒരുങ്ങാൻ നോക്ക്. അത് വേണ്ട. അതെന്താ? ഞാൻ ഒരുങ്ങി നിന്ന പെണ്ണ് മാറിപ്പോന്ന അച്ഛമ്മ പറഞ്ഞത്. മനസ്സിലായില്ല. പെണ്ണാണ് വരുന്ന ചെക്കന് വന്ദനമ്മേ വേണ്ട, ദിയമോളെ മതിയെന്ന് പറയും. അമ്പടി കാന്താരി. അമ്പടി കാന്താരിയല്ല, അമ്പടി ജിഞ്ചിണ്ടാക്കടി. മോള് തന്നെ അമ്മയെ പെണ്ണ് കാണലിന് ഒരുക്കാം. ഈ ഭാഗ്യം മറ്റേതൊരു പെണ്ണിനെ കിട്ടാ. വന്ദനമ്മേ വേണ്ട, കരഞ്ഞാ മേക്കപ്പ് ഒക്കെ പോവും. ശരി. ചേച്ചി, ചേച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. അന്നത്തെ സാഹചര്യത്തിൽ ചേച്ചിയോട് എനിക്ക് അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നു. സോറി ചേച്ചി. എന്താ മോളെ ഇത്? നീ എന്നോട് എന്ത് തെറ്റിയതാലും എനിക്ക് നിന്നോട് യാതൊരു പിണക്കവുമില്ല. കാരണം നീ എന്റെ കുഞ്ഞനിയത്തിയല്ലേ ചേച്ചി. ഇവിടെ ഒരാളുള്ള കാര്യം വർഷാന്റി മറന്നു. മറന്നിട്ടൊന്നുമില്ല എന്റെ ദിയമോളെ. അയ്യോ വേണ്ട വേണ്ട, കെട്ടിപ്പിടുത്ത ഉമ്മ അപ്പൊന്നും വേണ്ട. എന്റെ മേക്കപ്പ് ഒക്കെ നാശാവും. മനസ്സിലായില്ലേ? ദിയമോളാണ് എന്റെ ബ്യൂട്ടീഷ്യൻ, അവളുടെ സെൽഫും. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ബ്യൂട്ടീഷ്യൻ തകർത്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.